തങ്ങളുടെ രാജ്യത്തിന്റെ അഖണ്ഡതയ്ക്ക് തുരങ്കം വയ്ക്കുന്ന കുടിയേറ്റക്കാരെ കൂട്ടത്തോടെ നാടുകടത്തുമെന്നും എന്നിട്ട് ഒട്ടും മടിക്കാതെ അതിർത്തി അടച്ചിടും എന്നുമൊക്കെ ശക്തമായി പ്രകടന പത്രികയിലൂടെ വെളിപ്പെടുത്തിക്കൊണ്ട് ഓസ്ട്രിയയിലെ പൊതുതെരഞ്ഞെടുപ്പിനെ നേരിട്ട ഫ്രീഡം പാർട്ടി മികച്ച ഭൂരിപക്ഷം നേടി ഒന്നാം സ്ഥാനത്തെത്തി ലോകത്തെ മുഴുവൻ ഞെട്ടിച്ചിരിക്കുന്നു. യൂറോപ്പിന്റെ പ്രസന്റ് ആറ്റിറ്റ്യൂഡിന്റെ വ്യക്തമായ ദൃഷ്ടാന്തമായി മാറിയിരിക്കുകയാണ് ദേശീയ യാഥാസ്ഥിതിക യൂറോസെപ്റ്റിക് എന്നൊക്കെ അറിയപ്പെടുന്ന തീവ്ര വലതുപക്ഷ പാർട്ടിയായ ഫ്രീഡം പാർട്ടി ഇത്രയും വലിയ ഒരു വിജയം നേടിയത്. മുമ്പ് പലപ്പോഴും ഫ്രീഡം പാർട്ടി അധികാരത്തിൽ ഇരുന്നിട്ടുണ്ടെങ്കിലും ഇത്രയും വലിയ ഭൂരിപക്ഷം നേടുന്നത് ആദ്യമായിട്ടാണ്. ഓസ്ട്രിയയുടെ ക്രിസ്ത്യൻ മൂല്യങ്ങൾ പാലിക്കാത്ത കുടിയേറ്റക്കാരുടെ ഒഴുക്ക് തടയുമെന്ന് വാഗ്ദാനം ചെയ്തുകൊണ്ടാണ് ഹെർബർട്ട് കിക്കിലി തെരഞ്ഞെടുപ്പ് പ്രചരണം നടത്തിയത്. 2015 മുതൽ ഓസ്ട്രിയയിൽ കുടിയേറ്റക്കാരുടെ എണ്ണത്തിൽ അഭൂതപൂർവമായ വർധനവാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. കുടിയേറ്റക്കാരിൽ ഭൂരിഭാഗവും ഇസ്ലാം മത വിശ്വാസികളായിരുന്നു. അവരുടെ ജനസംഖ്യ 2021 27% വർദ്ധിച്ചു. ഈ പ്രവണത തുടർന്നാൽ ഓസ്ട്രിയയ്ക്ക് ക്രിസ്ത്യൻ പൈതൃകം നഷ്ടപ്പെടുമെന്ന് മനസ്സിലാക്കിയ വോട്ടർമാർ കിക്കിലിയുടെ ഫ്രീഡം പാർട്ടിയുടെ പിന്നിൽ അണിനിരക്കുകയായിരുന്നു. ലിബറൽ നയത്തിൽ ഊന്നി ശക്തമായി നിലകൊണ്ട പാശ്ചാത്യ ക്രൈസ്തവർ തങ്ങളുടെ രാജ്യത്തേക്ക് അഭയം ചോദിച്ച് വന്നവരെയൊക്കെ ഉദാരമായ സ്നേഹത്തോടെ കൈക്കൊണ്ടു എന്നത് യൂറോപ്പിന്റെ ഇന്നലകളിലെ ചരിത്രമാണ്. എന്നാൽ ഹിഡൻ അജണ്ടകൾ മറച്ചുപിടിച്ചുകൊണ്ട് ഇസ്ലാമിക രാഷ്ട്രങ്ങളിൽ നിന്ന് വന്ന അഭയാർത്ഥി പരിവേഷമുള്ളവർ ഇന്ന് യൂറോപ്പിന്റെ രാപ്പകലുകളെ കലാപകലുഷിതവും സംഘർഷഭരിതവുമാക്കി തീർത്തതിനാൽ ഇനിയൊരു ഇസ്ലാമിക അഭയാർത്ഥിക്കും തങ്ങൾ അഭയം നൽകുകയില്ല എന്ന് ഉറച്ചു തീരുമാനിച്ചിരിക്കുകയാണ് യൂറോപ്പിലെ ഒട്ടുമിക്ക ക്രൈസ്തവ രാഷ്ട്രങ്ങളും. അമേരിക്കയിൽ മുൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ഇറ്റാലിയൻ പ്രസിഡന്റ് ജോർജിയ മെലോണിയും ഡച്ച് പ്രസിഡന്റ് ഗീർട്ട് വൈൽഡേഴ്സും സ്വീഡൻ വൈസ് പ്രസിഡന്റ് എബ ബുഷുമൊക്കെ കുടിയേറ്റക്കാരായി എത്തുന്ന ഇസ്ലാമിക തീവ്രവാദികളുടെ കലാപ തിന്മകളിൽ മടുത്ത് കുടിയേറ്റക്കാരെ പുറത്താക്കണമെന്ന് പച്ചയ്ക്ക് പറഞ്ഞ് അതിനെതിരെ ശക്തമായ നിലപാടെടുത്തവരാണ്. ജർമ്മനിയാകട്ടെ ഒരു പടി കൂടി കടന്ന് ഇസ്ലാമിക തീവ്രവാദ സംഘടനയായ ഇസ്ലാമിക് സെന്റർ ഹാംബർഗ് അസോസിയേഷനെയും അതിന്റെ അനുബന്ധ സംഘടനകളെയും നിരോധിച്ചു. ബ്രിട്ടനാകട്ടെ ഒത്തിരി സഹിച്ചതിന്റെ ഒടുവിൽ കയ്യിൽ കിട്ടിയ വടിയും കോലും ഉപയോഗിച്ചാണ് കുടിയേറ്റ കലാപകാരികളെ അടുത്തിടെ അടിച്ചോടിച്ചത്. ഫ്രാൻസിലെ മാരി ലി പെന്നും കുടിയേറ്റത്തിനെതിരെ ശക്തമായ നിലപാടുള്ള നേതാവാണ്. ഇപ്പോഴിതാ കുടിയേറ്റക്കാരെ ചവിട്ടി പുറത്താക്കണമെന്ന് തുറന്നടിച്ചുകൊണ്ട് പ്രചരണത്തിനിറങ്ങി വംശവെറി പേറുന്ന തീവ്ര വലതു പാർട്ടി എന്നൊക്കെ വിളിച്ച് ചില തൽപര കക്ഷികൾ രംഗത്ത് വന്നിട്ടും ചരിത്ര ഭൂരിപക്ഷം നേടി ഓസ്ട്രിയ ഫ്രീഡം പാർട്ടി ജയിച്ച് അധികാരത്തിലേക്ക് എത്തുകയാണ്. ഒരു സംഗീത കച്ചേരി ആക്രമിക്കാൻ ഗൂഢാലോചന നടത്തിയ IS തീവ്രവാദികളായ 3 പേരെ അറസ്റ്റ് ചെയ്തതുൾപ്പെടെ ഇസ്ലാമിക ഭീകരന്മാർക്കെതിരെ അടുത്ത കാലത്തായി ഓസ്ട്രിയയിൽ നിരവധി ഏറ്റുമുട്ടലുകൾ നടന്നിട്ടുണ്ട്. കുടിയേറ്റവും ഇസ്ലാമിക ഭീകരവാദവും ഓസ്ട്രിയൻ വോട്ടർമാരുടെ പ്രധാന ആശങ്കകളായി തുടരുന്നതിനിടയിൽ ഹെർബർട്ട് കിക്കിലിന്റെ വാഗ്ദാനത്തെ ഓസ്ട്രിയക്കാർ ഇരുകൈയും നീട്ടി സ്വീകരിക്കുകയായിരുന്നു. തലചായ്ക്കാൻ അല്പം സ്ഥലം മാത്രം കെഞ്ചിക്കേണ് വന്നവർക്ക് കഴിക്കാനും ഉടുക്കാനുമൊക്കെ കിട്ടിയപ്പോൾ അതുകൊടുത്ത യൂറോപ്യൻ ക്രൈസ്തവരുടെ ദേശീയതയും ആത്മീയതയും അട്ടിമറിച്ചുകൊണ്ട് അവിടെ ശരീഅത്ത് നിയമം കൊണ്ടുവരണമെന്ന് ശാഠ്യം പിടിച്ച് കോലാഹലമുണ്ടാക്കുമ്പോൾ ഇതിൽ പരം മികച്ച ഒരു തീരുമാനം വേറെയില്ല. ഓസ്ട്രിയൻ ഫ്രീഡം പാർട്ടിക്കും ഹെർബർട്ട് കിക്കിലിനും അഭിവാദ്യങ്ങൾ.